ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണേ. ഞാൻ ബ്രഷൊക്കെ ചെയ്ത് വേഗം പോയി ബോട്ടിലെല്ലാം വെള്ളം നിറച്ചു. പിന്നെ മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി. മുറ്റം തൂത്തൊക്കെ കഴിഞ്ഞ് വേഗം പോയി കുളിച്ചു കേട്ടോ. മേക്കപ്പ് എല്ലാം ചെയ്ത് ഞാൻ നല്ല സുന്ദരി ആയിട്ടില്ലേ. ഗായ്സ്, ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. പ്രതിഷ്ഠാദിനാന്ന് തോന്നുന്നു. സോ നല്ല മഴയൊക്കെ പെയ്തിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മ എനിക്ക് ഡ്രസ്സ് അലക്കി തന്നിട്ടുണ്ടായിരുന്നു, അത് ചിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. പിന്നെ പോകുന്ന വഴി നല്ല പൂത്ത് നിൽക്കുന്ന കണിക്കൊന്ന എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിഞ്ചുവമ്മ എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു. എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും കൂടി അമ്പലം മൊത്തം ചുറ്റി പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തൊരു കണ്ണാടി ഉണ്ടായിരുന്നു. ആ കണ്ണാടിയിൽ നോക്കി ഞങ്ങളെല്ലാവരും കൂരയൊക്കെ തൊട്ടു. പിന്നെ പുറത്ത് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴേ മുറ്റത്ത് 2 മൈനേനെ കണ്ടേ. ആ മൈനേനെ കണ്ടപ്പോൾ ശില്പമേമ പറഞ്ഞു ഇന്നെന്തോ സന്തോഷം വരാനുണ്ടെന്ന്. എനിക്കതിൽ ഒരു വിശ്വാസമില്ലേ. കഴിക്കാൻ പോകുകയാണ്. എന്താണ് ഫുഡ് എന്നറിയില്ല. എന്തായാലും അമ്പലത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ അമ്പലത്തിൽ നല്ല ഉപ്മാവും പഴവും ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അമ്പലക്കുളം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അമ്മച്ചിമാർ ബഡായി വിട്ട് പോകുന്നു, അത് കേട്ട് ഞാൻ നിൽക്കുന്നു. പിന്നെ എനിക്ക് പെയിന്റ് അടിക്കാണ്ടായിരുന്നു, അതിനൊക്കെ പെയിന്റ് അടിച്ചു. പിന്നെ അനസാക്ക മിൽമേന്ന് പാലട പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഞങ്ങൾ അംഗനവാടി കുട്ടികൾക്ക് കുടുംബശ്രീയുടെ വക കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. 25 കുട്ടികൾക്കുള്ള എല്ലാ ഗിഫ്റ്റ്സും ഞങ്ങളെല്ലാവരും കൂടി പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമ്പലത്തിലേക്ക് തന്നെ പോയിട്ടോ. അവിടെ കാശിക്കുട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു, അവന് പിന്നെ എന്നെ കിട്ടിയാൽ മതി. പിന്നെ നല്ല ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല പായസവും അടിപൊളിയായിരുന്നു, കുഴങ്ങി. പിന്നെ വൈകുന്നേരം അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുടിച്ചു. അപ്പം നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. പിന്നെ നവാസാക്ക് പടക്കം പൊട്ടിക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പടക്കമൊക്കെ പൊട്ടിക്കാൻ, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ പടക്കങ്ങളുണ്ടായിരുന്നു, അധികമൊന്നും പൊട്ടിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.